ഏറ്റവും വലിയ കോമഡി ഇവര് വന്നിട്ട് ഇടുന്ന കമന്റ്, നിനക്കൊക്കെ വല്ല പണിക്ക് പൊക്കൂടെ? ഇതുവല്ല, നമ്മക്കറിയാം, ഞാന് എഞ്ചിനീയർ ആണ്, ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ ആണ് ഈ കൊളാബറേഷൻസ്, പിന്നെ വീഡിയോസ് എടുക്കാൻ, പിന്നെ ഞാന് കോസ്മെറ്റിക് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ടൈം എത്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ജാനു അറിയാം, ബ്രൈഡലിന് ഓടും, ബ്രൈഡൽ കഴിഞ്ഞ് നേരെ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ അടുത്ത ബ്രൈഡലിന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമന്റ് ഇടുന്നവര് വീട്ടിൽ ബെഡിൽ കിടന്നിട്ട് പണിക്ക് പോടാ ശരി ഈ ട്രോള് വന്നിട്ട് ആൾക്കാർ റൈറ്റിംഗ് ചെയ്യുന്ന വേണ്ടി ടൈം ഉണ്ടല്ലേ, ഓരോരോ ലാംഗ്വേജ് ചിന്തിച്ചിട്ട് നൈസ് ക്രിയേറ്റേഴ്സ് ടൈം ഉണ്ട്. നല്ല വീഡിയോ ഗുഡ് നൈസ്, നല്ല വീഡിയോ ഗുഡ് നൈസ് ഒന്നും ഇടില്ല, സ്കിപ്പ് അല്ലെങ്കിൽ മാക്സിമം ലവ് അല്ലെങ്കിൽ ഹാർട്ട്. ട്രോളി ചെയ്ത വീഡിയോയില് ഓരോരോ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു സെക്ഷുവാലിറ്റിനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ കളി. അപ്പം പറഞ്ഞല്ലോ, അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അവളുടെ ഒരു ബോഡി അല്ലെങ്കിൽ അവളുടെ ഒരു ഇതുകൊണ്ടാണ്, നമുക്കത് കിട്ടാത്തത് ഇതുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാതെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ജഡ്ജ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജെൻഡർ മേ ബി ട്രാൻസ്ജെൻഡർ മനസ്സിലാവുന്ന പോലെ സെക്ഷുവാലിറ്റി മേ ബി അങ്ങനെ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് അതിലൊരു അർത്ഥം തോന്നുന്നില്ല. പിന്നെ ഞാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട് ഓട്ടിയതാ മതി. ബിഗ് ബോസ് ഇസ് നോട്ട് എൻഡ് ഓഫ് മൈ ലൈഫ്. അതൊരു പാർട്ട് ഓഫ് ലൈഫ് കൂടി പറയുന്നില്ല. ഒരു 2 months ജേർണി അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇനി കുറെ Janmani is the Big Boss, Big Boss is ഇത് ലൈഫ് ടൈം നമ്മൾക്ക് അങ്ങനെയല്ല. ഞാൻ ആ ദിവസം പറഞ്ഞേ ബിഗ് ബോസ് ഹാസ് ടു ചേഞ്ച് ദ തീം. എനിക്ക് മെയിൻ ബിഗ് ബോസിന്റെ എക്ദം ഓണർ, ആ വീട്ടിന്റെ ഓണർ ആയിട്ട് എനിക്ക് വെക്കണം 3 മാസം. ബാക്കി വന്നിട്ട് പോകുന്ന ആൾക്കാരെ കുഴപ്പമില്ല. ബാക്കി ഞാൻ നാടകം ചെയ്തോ കൊള്ളാം. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സെക്ഷുവാലിറ്റി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന അത് ഏത് മൊമെന്റിലാണ്? നമ്മളുടെ കുട്ടികളാകുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഇത്ര പ്രായത്തിന് ശേഷമാണോ അത് റിയലൈസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരും. ഒബ്വിയസ്ലി ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണോ ഒരു ആൺകുട്ടിയോട് അട്രാക്ഷൻ ഒരു അറ്റ് ഏജ് തോന്നുന്ന പോലെ തന്നെ ഇപ്പൊ ഒരു ലെസ്ബിയൻ ആണെങ്കിൽ വേറൊരു ഗേളിനോട് അട്രാക്ഷൻ തോന്നും. നോ പെർഫെക്റ്റ് ടൈമിംഗ്, നോ പെർഫെക്റ്റ് ഏജ്, നോ പെർഫെക്റ്റ് ലിമിറ്റ്. നമുക്ക് ആരൊക്കെ എപ്പോ ആ ഫീലിങ്സ് ഗ്രോയിങ് people are getting openly for one girl when they are growing in. Somebody is getting first periods on 10 years, somebody is getting 9 years, somebody 13 years, somebody so everyone has differences. So ഈ ആൾക്കാർ പറയുന്നത് നമുക്ക് എപ്പോ ഫീലിങ്സ് ആയി എപ്പോ തോന്നി, അത് തോന്നുന്ന കാര്യമല്ല. ദാറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ. ആൻഡ് പീപ്പിൾ ആൾക്കാർ വിചാരിക്കും അതാ ഒരു രസം ഉണ്ടാവും, അതാ ഒരു. പക്ഷെ ആ ടൈമിൽ, ആ ഗ്രോയിങ് ടൈമിൽ ആ മെന്റലി ഡിസ്റ്റർബൻസ് അല്ലേ ആ സഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൺഫ്യൂഷൻ ആയി പോകും. അതാ ഞാൻ ചോദിക്കുന്നത്, അത്രയും നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളോട്. നമുക്ക് ഭയങ്കര ഈസിയാണ് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക്, നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം വീട്ടിൽ എന്തൊക്കെ അടിക്കിട്ടില്ല ഓടി പോവാൻ. പക്ഷെ ഇന്നല്ലേ ഞാൻ ബ്രാൻഡിനെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഗേസ് പറഞ്ഞില്ലേ, they will have more tough.